ചെളിയും കരുത്തും രണ്ടും ചേർന്നാൽ എന്താവും? അതാണ് കാക്കൂർ കാളവയൽ. വെറുമൊരു ഉത്സവമല്ലത്, പാരമ്പര്യവും ആവേശവും ഒത്തുചേരുന്ന ഒരു ഗംഭീര കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്ന് കണ്ണടച്ച് സങ്കൽപ്പിച്ചു നോക്കിയേ. ചെളി തെറിപ്പിച്ച് മിന്നൽ പോലെ പായുന്ന ഒരു ജോഡി കാളകൾ, ചുറ്റും ആർപ്പ് വിളിക്കുന്ന ആളുകൾ, ആകെ മൊത്തം ഒരു ബഹളം. ശാന്തമായി കിടക്കുന്ന നെൽപ്പാടങ്ങളെ ഒറ്റ ദിവസം കൊണ്ട് ഒരു റേസ് ട്രാക്കാക്കി മാറ്റുന്ന ഈ സംഭവം എവിടെയാണെന്നറിയാമോ? അപ്പോൾ ഇത്രയും വലിയൊരു ആവേശത്തിൻ്റെയൊക്കെ ഉറവിടം ശാന്തമായൊരു കുഞ്ഞു ഗ്രാമമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് സത്യം. നമുക്ക് നേരെ ആ ഗ്രാമത്തിലേക്ക് പോകാം, കാക്കൂരിലേക്ക്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ? കേരളത്തിൽ തന്നെ എറണാകുളം ജില്ലയിൽ കൊച്ചിയിൽ നിന്ന് ഒരു 35 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ മതി നമ്മൾ കാക്കൂരിലെത്തും. ഇവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവനമാർഗം കൃഷിയാണ് കേട്ടോ. നെല്ലും ജാതിക്കയും പൈനാപ്പിളുമൊക്കെ വിളയുന്ന ഈ പച്ചപ്പാണ് ശരിക്കും പറഞ്ഞാൽ കാളവയൽ ഉത്സവത്തിന്റെ ജീവൻ. അപ്പോ എന്താണ് ഈ കാളവയൽ ഉത്സവം എന്ന് പറയുന്നത്? വെറുമൊരു കാളയോട്ടം മാത്രമാണെന്ന് വിചാരിച്ചാൽ തെറ്റ്. അതിലുമപ്പുറം ഒരുപാടുണ്ടിതിന്. കാളവയൽ, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടുന്നില്ലേ? അക്ഷരാർത്ഥത്തിൽ ഇതിന്റെ അർത്ഥം കന്നുകാലി ചന്ത എന്നാണ്. അതായത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കർഷകർ ഒത്തുകൂടുന്ന ഒരു വലിയ ആഘോഷം. പണ്ടൊക്കെ വിളകളും കന്നുകാലികളെയുമൊക്കെ വിൽക്കാനും വാങ്ങാനുമൊക്കെയുള്ള ഒരു പ്രധാന ഇടം കൂടിയായിരുന്നു ഇത്. ഈ ഉത്സവം ഒരു ദിവസം ഒന്നുമല്ല, 4 ദിവസം നീണ്ടു നിൽക്കും. പ്രധാനമായും 4 കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. 1, ഒരു കാർഷിക പ്രദർശനം. പിന്നെ പേരുപോലെ തന്നെ ഒരു കന്നുകാലി ചന്ത. അതുകൂടാതെ നല്ല കളർഫുള്ളായിട്ടുള്ള സാംസ്കാരിക ഘോഷയാത്രകൾ. പിന്നെ എല്ലാവരും ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുന്ന ആ മെയിൻ ഐറ്റം മരമടി, അതായത് കാളയോട്ടം. അപ്പോൾ നമുക്കിതിലെ ഏറ്റവും ആവേശം നിറഞ്ഞ ഭാഗത്തേക്ക് വരാം. മരമടി. വേഗത, കഴിവ്, പിന്നെ അസാമാന്യമായ കരുത്ത്, ഇതെല്ലാം ഒത്തുചേരുന്നൊരു സംഭവമാണത്. ദാ നോക്കൂ, പ്രത്യേകം ട്രെയിനിങ് കൊടുത്ത കാളകളാണ്. ചെളി നിറഞ്ഞ ആ പാടത്തിലൂടെ ഒരു ഇടിമിന്നൽ പോലെയാണ് അവയുടെ പാച്ചിൽ. ആ ഒരു ശക്തിയും വേഗതയും ഒന്നോർത്തു നോക്കൂ. ഇവിടെ കാളകൾ മാത്രമല്ല താരം. ആ ഓട്ടക്കാരുടെ ശ്രദ്ധ കണ്ടോ? കാളകളുടെ ഓരോ ചലനവും അവരുടെ നിയന്ത്രണത്തിലാണ്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു അപാരമായ ഒത്തൊരുമയാണ് നമ്മളിവിടെ കാണുന്നത്. വർഷങ്ങളുടെ കഠിനാധ്വാനമുണ്ട് ഈ ഒരു നിമിഷത്തിനും പിന്നിൽ. ഈയൊരു വേഗത കണ്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു നിയന്ത്രിത അരാജകത്വം എന്ന് തന്നെ പറയാം. കൺട്രോൾഡ് കെയോസ്. ആ ഒരു ത്രില്ലാണ് കാണികളെ ശരിക്കും പിടിച്ചിരുത്തുന്നത്. അപ്പോൾ ഈ കാണുന്ന ആവേശത്തിന് പിന്നിൽ ഒരു കിടിലൻ ടീം വർക്കുണ്ട്. ഒരു റേസിംഗ് ടീമിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഒന്നാമതായി, ഇതിനുവേണ്ടി തന്നെ വളർത്തി പരിശീലിപ്പിച്ച ഒരു ജോഡി കാളകൾ. പിന്നെ റൈഡർക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ ഒരു മരപ്പലക. അത് കഴിഞ്ഞ് നുകത്തിൽ കെട്ടിയ കയറുകൾ പിടിച്ച് കാളകളെ ഗൈഡ് ചെയ്യുന്ന 2 ഓട്ടക്കാർ. ഭയങ്കര കോമ്പറ്റീഷനാണ്. കാണികളുടെ പ്രോത്സാഹനവും കൂടിയാവുമ്പോൾ സംഭവം വേറെ ലെവലാകും. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട് കേട്ടോ. ഈ ഉത്സവം കാലത്തിനനുസരിച്ച് കുറച്ചൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ പരമ്പരാഗത കാളയോട്ടത്തിന്റെ കൂടെ തന്നെ മോട്ടോക്രോസ് പോലുള്ള പുതിയ ഐറ്റംസും ഇപ്പോൾ ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ പാരമ്പര്യവും മോഡേൺ ത്രില്ലും ഒരുമിച്ച് കൊള്ളാമല്ലേ? ഇനി ഈ ഓട്ടത്തിന്റെയും ബഹളത്തിന്റെയും പുറകിലുള്ള കഥയിലേക്ക് വരാം. വെറുമൊരു ആഘോഷം മാത്രമല്ല ഇത്. ഇതിനു പിന്നിൽ വിശ്വാസത്തിന്റെ, ഒരു ഐതിഹ്യത്തിന്റെ വലിയൊരു തലമുണ്ട്. ഈ ഉത്സവത്തിന് 2 പ്രധാന ക്ഷേത്രങ്ങളുമായി ബന്ധമുണ്ട്. ഒന്ന്, തിരുമാറാടിയിലെ എടപ്ര ഭഗവതി ക്ഷേത്രം. 2, കാക്കൂരിലെ അമ്പാശ്ശേരിക്കാവ് ക്ഷേത്രം. ഇവിടുത്തെ ദേവിമാർ സഹോദരിമാരാണെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. അപ്പോ വർഷത്തിലൊരിക്കൽ ഈ സഹോദരിമാർ തമ്മിൽ കാണുന്ന ആ ഒരു പുണ്യദിവസമാണ് ഈ ഉത്സവമായി ആഘോഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാലേ ഈ ഉത്സവം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നറിയാമോ? മനുഷ്യനും അവന്റെ കൃഷിയിടവും പിന്നെ അവൻ ആശ്രയിക്കുന്ന കന്നുകാലികളും തമ്മിലുള്ള ആ ഒരു ആഴത്തിലുള്ള ബന്ധത്തെയാണ്. ആത്മീയതയും കൃഷിയും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ് ഇവിടുത്തെ കർഷകർക്ക്. അപ്പോൾ വിശ്വാസം, കൃഷി, ആഘോഷം ഇതെല്ലാം ചേരുമ്പോൾ ഈ ഒരു പുരാതന പാരമ്പര്യത്തിന് ഇന്നും എന്ത് പ്രസക്തിയാണുള്ളത് നമുക്ക് നോക്കാം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ കാക്കൂർ കാളവയലിന്റെ പ്രാധാന്യം പലതാണ്. 1, ഇത് കർഷകരുടെ വിളവെടുപ്പ് ആഘോഷമാണ്. 2, ഈ ഉത്സവം നടന്നാൽ നല്ല മഴയും വിളവും കിട്ടുമെന്നൊരു വിശ്വാസമുണ്ട്. പിന്നെ കേരളത്തിലെ വില്ലേജ് ടൂറിസത്തിന് ഇതൊരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. എല്ലാത്തിനുമുപരിയായി നമ്മുടെ കാർഷിക പൈതൃകത്തിലേക്കും പഴയ കഥകളിലേക്കുമൊക്കെയുള്ള ഒരു ജീവനുള്ള ലിങ്കാണ് ഈ ഉത്സവം. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മൃഗങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് വളരെ സജീവമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരം കന്നുകാലി ഓട്ട മത്സരങ്ങൾ പലയിടത്തും നിരോധനമൊക്കെ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: നമ്മുടെ മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഇതുപോലെയുള്ള പുരാതനവും ആവേശകരവുമായ പാരമ്പര്യങ്ങൾക്ക് എങ്ങനെയാണ് മുന്നോട്ടു പോകാൻ കഴിയുക?
അതിന്റെ ഭാവി എന്താകും? അതൊരു വലിയ ചോദ്യമാണല്ലേ?